ഗായ്സ്, അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഓർക്കാട്ടേരിയിലാണ് കേട്ടോ. എൻ്റെ ചപ്പലൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണമായിരുന്നു. അപ്പോൾ അതും കൊടുത്ത് നമ്മൾ ആക്ച്വലി പോകുന്നത് നാദാപുരം സ്റ്റുഡിയോയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമൊക്കെ ഇങ്ങനെ അടുത്തെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഡ്രസ്സൊക്കെ നോക്കാമെന്ന് കരുതിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടും പിന്നെ 1-2 ഫംഗ്ഷനൊക്കെ വരുന്നുണ്ട്. അതിനോടൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ജസ്റ്റ് ഒരു ഡ്രസ്സ് നോക്കാമെന്നൊക്കെ കരുതിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സമയം ഉച്ച 12:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്പാടീനാണെങ്കിൽ കാലത്തെ അംഗനവാടിയിലാക്കിയിട്ടുണ്ടായിരുന്നു. ഞാനും ആ ചേട്ടനും മാത്രമേ ഉള്ളൂ കേട്ടോ. സ്റ്റുഡിയോയിൽ നമ്മൾ മിക്കപ്പോഴും പോകാറുണ്ട്. പോകുമ്പോഴൊക്കെ ഞാൻ വീഡിയോ എടുക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ പോയാൽ എന്തൊക്കെയാണ് കളക്ഷൻസ് ഒന്നും അറിയത്തില്ല കേട്ടോ. നമ്മൾ സ്റ്റുഡിയോയിൽ ഓരോ പ്രാവശ്യം പോകുമ്പോൾ വെറൈറ്റി കളക്ഷൻസ് വരാറുണ്ട്. അപ്പോൾ എന്താ അവസ്ഥ എന്ന് നമുക്ക് അവിടെ ചെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഞാനിതാ സ്റ്റുഡിയോൻ്റെ ആ ഒരു പാർക്കിങ്ങിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ വണ്ടിയൊക്കെ ഇറങ്ങി നേരെ എൻട്രൻസിലൂടെ അങ്ങ് കയറി പോകുമ്പോഴത്തേക്കും അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു ബാഗൊക്കെ എടുത്തോന്ന്. പക്ഷേ ബാഗൊന്നും നമുക്ക് വേണ്ടായിരുന്നു. സോ നമ്മൾ ലിഫ്റ്റ് കയറിയിട്ട് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത്. കാരണം ആ ചേട്ടനാണ് മെയിനായിട്ട് ഡ്രസ്സ് നോക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഞാനത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മുടെ ലേഡീസിൻ്റെ ഒക്കെ ഉള്ളത്, കിഡ്സിൻ്റെയും ഒക്കെ വരുന്നത് കേട്ടോ. അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് മുകളിലേക്ക് പോവാണ്. അപ്പോൾ ഏട്ടനെ ഡ്രസ്സ് എടുക്കാനല്ലേ മെയിനായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് കൂടുതലും നമ്മുടെ വീഡിയോയിൽ കൂടുതൽ എന്നല്ല മൊത്തത്തിൽ എന്താ പറയുക ജെൻസിൻ്റെ ആ ഒരു കളക്ഷൻസും അങ്ങനെയുള്ളതൊക്കെയാണ് കാണുക. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെ ഒന്ന് തുടർന്ന് കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഏട്ടന് വേണ്ടത് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കൂടെ വീഡിയോയും ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ചേട്ടന് ഷർട്ടായാലും കുഴപ്പമില്ല, ടീഷർട്ടായാലും കുഴപ്പമില്ല, നോക്കിയിട്ട് എടുക്കുക എന്നുള്ള രീതിയായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ വെറൈറ്റി എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റുഡിയോയിലാണെങ്കിൽ 399, 599, 799 ഈ ഒരു റേറ്റിനൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടിയുള്ള ടീഷർട്ട്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അത്യാവശ്യം എന്ന് പറയുമ്പോൾ അതായത് ഞാനിപ്പം കുറച്ച് നാളായി സ്റ്റുഡിയോയിൽ വരുന്നു, പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ ഏട്ടൻ്റെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുന്ന സമയത്താണെങ്കിൽ അങ്ങനെ കളർ ഇളകിപ്പോകുന്നതോ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉള്ളതാണ്. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ ഓക്കെയാണ് കേട്ടോ. പിന്നെ കളറൊന്നും ഇതുവരെ അഴിഞ്ഞിട്ടൊന്നുമില്ല, അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടന് ഇഷ്ടപ്പെട്ട 2-3 കളക്ഷൻസ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് എന്തോ പേഷ്യൻസ് കോൾ വരുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതാ വീഡിയോസൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിറർ കണ്ടാൽ പിന്നെ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ എടുത്തതാണ് കേട്ടോ. എനിവേസ് അതങ്ങനെ നോക്കിയിട്ട് അവിടെ വെച്ചു. അത് ഒരു ശരിയില്ല എന്ന് പറഞ്ഞു കേട്ടോ. ഏട്ടന് മാച്ച് ആവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഫംഗ്ഷൻ ഇടാൻ പറ്റിയല്ല, സ്വെറ്റർ പോലത്തെയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതവിടെ തിരിച്ചു വെച്ചു. എന്നിട്ട് അടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ 1-2 ഷർട്ട് പിന്നെയും എടുത്തിട്ട് ട്രയൽ റൂമിൽ പോകുമായിരുന്നു കേട്ടോ. ആ സമയത്ത് ഞാനിതാ പുറമേ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയൊക്കെ എന്താ പറയുക വരുന്നുണ്ട് കേട്ടോ. 9 months to 5 years 199 വരുന്നുണ്ട്. അങ്ങനെ ഒത്തിരി കളക്ഷൻസ് എന്താ പറയുക ചെറിയ റേറ്റ് മുതൽ വലിയ റേറ്റിലും ഒക്കെ വരുന്നുണ്ട്. എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതായിരുന്നു കേട്ടോ. ഒത്തിരി വലിയ പ്രൈസൊന്നുമില്ല. 9 months to 5 years ആ റേഞ്ചിലുള്ള സ്വെറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഗേൾസിൻ്റെ 5 to 14 years ഉള്ള ഗേൾസിനെ പറ്റി നല്ല ഡ്രസ്സസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ക്രോപ്പ് ടോപ്പ് മാതിരിയുള്ളതും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസവും ഉണ്ടായിരുന്നു എല്ലാം കാണാനായിട്ട്. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പോകുന്നേ ഉള്ളൂ, കൂടുതലായിട്ട് നോക്കി എടുക്കുന്നില്ല. എന്തായാലും നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. നല്ല ക്രോപ്പ് ടോപ്പൊക്കെ ഉണ്ടായിരുന്നു, പലതരം വെറൈറ്റി കളക്ഷൻസ്. പിന്നെ നമ്മളുടെ ആ ഒരു റേഞ്ചിൽ വരുന്നത് താഴത്തെ ഫ്ലോറിലാണ്, ഗ്രൗണ്ടിൽ കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നതെന്നുള്ളൂ. പിന്നെ അത്യാവശ്യം തിരക്ക് എന്ന് പറയാനില്ല, ഇങ്ങനെ വന്ന് പോകുന്നുണ്ട് ആൾക്കാർ, അവിടെ ഇവിടെ ആയിട്ടൊക്കെ കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ ഏട്ടന് 1-2 ഷർട്ടും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാനിതാ നമ്മുടെ ഷോക്സിൻ്റെ സെറ്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ ഇങ്ങനെ ബാഗ്സും ഇങ്ങനെ ഒരു എന്താ പറയുക തുണിയുടെ ഒരു എന്താ കവർ പോലത്തെ സംഭവമാണ് കേട്ടോ. അതിൻ്റെ റേറ്റൊക്കെ നോക്കുമായിരുന്നു. 29 രൂപയും കണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഷോക്സ്, പിന്നെ സ്പ്രേ, പെർഫ്യൂംസ് ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. ഞാനതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യുന്നതെന്നുള്ളൂ. പിന്നെ നമുക്ക് അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയ്യിലടിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഷൂസിൻ്റെ കളക്ഷൻ ഈ ഒരു സെക്ഷനിൽ മൊത്തം ഉണ്ട്. 399, 599, 999, 169. പിന്നെ എന്താ ഇന്നേഴ്സും അങ്ങനെയുള്ളതൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ഏട്ടനത് അവിടുന്ന് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് അവിടുന്ന് ഓരോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 169 രൂപയ്ക്ക് ഇങ്ങനെ ട്രൗസേഴ്സൊക്കെ ഉണ്ടായിരുന്നു.
അങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാണ്. അപ്പോൾ ഷൂസൊക്കെ അത്യാവശ്യം വെറൈറ്റിയിൽ സ്പോർട്സിൻ്റെ ആയാലും അല്ലാണ്ട് നോർമൽ ഷൂസും കാഷ്വൽ എല്ലാം ഉണ്ട്. പിന്നെ അതിന് ചപ്പൽസും ഉണ്ട് കേട്ടോ ആ ഭാഗത്തോട്ട്. പിന്നെ നമുക്കത് വേണ്ടാത്തതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ അവിടെ നിന്ന് സമയം പോക്കണ്ടെന്ന് കരുതി കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ലേഡീസിൻ്റെ ഒരു സെക്ഷനാണ്. എനിക്ക് കൂടുതലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം വീട്ടിൽ നിന്ന് വിളിയാണ് പേഷ്യൻസ് കേട്ടോ അവിടെ എത്തിയെന്നും പറഞ്ഞിട്ട്. അതുകൊണ്ട് അവരെ പെട്ടെന്ന് ഇറങ്ങാണ്ടി വന്നു കേട്ടോ. സമയമില്ല എന്ന് പറഞ്ഞിട്ടായിട്ട് ഇതാ വാന്ന് പറഞ്ഞ് എന്നെ വിളിക്കുമായിരുന്നു, വേറെ നിവൃത്തിയില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ പുറമേ നിന്ന് കളക്ഷൻസൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കി കണ്ട് പോവാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും ഒരു സമയമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് കുറച്ച് ദിവസങ്ങളായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പർച്ചേസ് ചെയ്തു. നേരെ ഇനി നാട്ടിലേക്കാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അമ്മേൻ്റെ ഒപ്പമോ അല്ലെങ്കിൽ എന്താ പറയുക ഗേൾസിൻ്റെ ഒപ്പം ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഇവരോടൊപ്പം വരണം കേട്ടോ. നമ്മുടെ ബ്രദർ, അച്ഛൻ, ഹസ്ബൻഡ് ഇവരുടെ കൂടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒട്ടും ക്ഷമ കാണില്ല. എൻ്റെ ഒരു ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്. അവർക്കൊക്കെ പെട്ടെന്ന് ഡ്രസ്സ് എടുക്കണം, അപ്പം തന്നെ എന്താ പറയുക പേയ്മെൻറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങും. അങ്ങനെയാണ്, തീരെ ക്ഷമയില്ല. അപ്പോൾ ഞാനിതാ ഓർക്കാട്ടേരി എത്തിയിട്ടുണ്ട്. തിരിച്ച് നമ്മുടെ ചപ്പൽ അവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ ആളവിടെ ഇല്ല കേട്ടോ. എന്താ പറയുക ഫുഡ് കഴിക്കാവുന്ന സമയമായത് കൊണ്ട് ചേട്ടൻ ഫുഡ് കഴിക്കാൻ പോയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അടുത്തുള്ള ഷോപ്പിൽ അന്വേഷിച്ചു. അവിടെ പേയ്മെൻറ്റ് ചെയ്തു. ഞാൻ വന്നിട്ട് കൊടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വിശ്വാസത്തിൽ ഞാൻ പൈസയൊക്കെ അവിടെ ഏൽപ്പിച്ചു. ചപ്പലും എടുത്ത് നേരെ ഞാൻ കാറിൽ കയറിയിട്ടുണ്ട്. നേരെ വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ വടകര പ്രകാശ് ഹോട്ടലിലായിരുന്നു കേട്ടോ. ഫുഡിൻ്റെ ടൈം ഏതാണ്ട് അതിക്രമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞായിരുന്നു. അധിക സമയമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ആ ചേട്ടനല്ലേ പെട്ടെന്ന് എടുക്കും കേട്ടോ, അധിക സമയമൊന്നും വേണ്ട. അങ്ങനെ പ്രകാശ് ഹോട്ടലിൽ നല്ല സാമ്പാറും ചോറും പച്ചടിയും അച്ചാറും ഉപ്പേരിയും ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല കേട്ടോ. എനിക്കിപ്പോൾ സാധാ ഫുഡ്, അതായത് നോർമൽ നമ്മുടെ സദ്യ കഴിക്കാൻ തോന്നുമ്പോൾ എനിക്ക് ആദ്യം വരാൻ തോന്നുന്നത് ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ്. അടിപൊളി ഫുഡാണ്. പിന്നെ അമ്പാടിക്ക് പാർസലും മേടിച്ച് ഞാൻ വീട്ടിലേക്ക് പോവാണ് കേട്ടോ.